സീതാറാം മില്ലിന് സമീപം നിന്ന് ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ്. പുലിക്കളിയുടെ ആവേശത്തിൽ തൃശ്ശൂർ നഗരം ഇളകി മറിയുകയാണെന്നാണ് നമ്മുടെ വിവിധ വാർത്താ സംഘങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്താ സംഘത്തിൽ പോയ ആളുകൾക്ക് പോലും പുലി ബാധിച്ച അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ് പറയൂ. ഇവിടെ ഷഹദ് പറയൂ. ഷഹദ് റഹ്മാൻ, പുലിക്കളിയുടെ ആവേശം ഇങ്ങോട്ട് നോക്കിയാലും പുലികളാണ്. അതെ, ഇവിടെ നോക്കിയാലും കാഴ്ചകളാണ്. പല തരത്തിലുള്ള പുലികളാണ്. പച്ചയുണ്ട്, അതുപോലെ തന്നെ കറുപ്പുണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെ പല കളറായിട്ടുള്ള പുലികളാണുള്ളത്. ഇപ്പം നമ്മളിങ്ങനെ ദൃശ്യത്തിൽ കാണുന്നത് ഈ വെള്ളയിൽ ഇങ്ങനെ പച്ച പെയിന്റിങ്ങിന് അടിച്ച് തുടങ്ങുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ചായം പൂശി തുടങ്ങുന്നേ ഉള്ളൂ. അത്തരത്തിൽ പല ടൈപ്പ് പുലികളെ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ സീതാറാമിലാണ്. ഈ സീതാറാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യമായിട്ട് ചെരുപ്പൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത് ഈ സീതാറാമിലെ ടീമാണ്. അവരാണ് ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ സംഘാടകർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള കാഴ്ചകളാണ്. നമുക്കിപ്പം മഞ്ഞ കളറിൽ ധരിക്കുന്ന ആളെ കാണാം. പിന്നെ മറ്റൊരു ചെറിയ ഒരു കൊച്ചു സെലിബ്രിറ്റി കൂടിയുണ്ട് നമ്മുടെ ഇവിടെ പുലിക്കളിയിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ്. എനിക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കളിച്ച് കാണിച്ചിട്ട് നമുക്ക് രണ്ടുപേരും നന്നായിട്ട് കുലുങ്ങും. ഇനിയുള്ള സമയം നന്നായി കുലുങ്ങും. അടിപൊളി. എത്ര വർഷമായി ഇതിപ്പോ 5ാമത്തെ പ്രാവശ്യം. ഞാൻ വർക്കൊന്നും ഇല്ലാണ്ട് ആകെ വിഷമിച്ചിരിക്കുമ്പോ പ്രസാദേട്ടനും 4-5 ആളും രാത്രി എന്നെ വന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോയി. അപ്പോ എന്റെ പേര് ഉണ്ണിക്കണ്ണൻ, മംഗലണ്ടാമെന്ന് കുറച്ച് അഭിനയിക്കണം. ള ഭാഗത്ത് നിഖിൽ പ്രമേഷ് ഉണ്ട്. വിവിധ പുലി സംഘങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആവേശം അതിരുകടക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. 350ഓളം പുലി സംഘങ്ങൾ പുലികൾ ഇറങ്ങും ഇന്ന് തൃശ്ശൂർ സ്വരാജ് റൗണ്ടും തൃശ്ശൂർ നഗരവും പട്ടണവുമെല്ലാം ഇന്ന് പുലികൾ കീഴടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളൊക്കെ അതിനെ അർഹിക്കുന്ന ഗൗരവത്തിൽ പ്രേക്ഷകരിലേക്ക് എത്താൻ ഞങ്ങൾ എല്ലാവിധമായ ഒരുക്കങ്ങളും 24 നടത്തിയിട്ടുണ്ട്. 24 വാർത്താ സംഘം വിവിധ പ്രദേശങ്ങളിൽ. ഇനി ശങ്കരൻകുളങ്ങരയിൽ നിന്ന് നിഖിൽ പ്രമേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, അവിടുത്തെ പുലികൾ എന്തായി? ഞാൻ ചേരുന്നത് ഇപ്പോൾ ഇവിടെ പുലികളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരമാകുമ്പോഴേക്കും 3 മണിയാകുമ്പോഴേക്കും തന്നെ ഈ പുലിമടയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് മുഴുവൻ പുലികളും. ഏതാണ്ട് ആളുകളൊക്കെ ഒത്തുചേരുന്നു. കുട്ടികളാണ്, അതായത് ചെറിയ കുട്ടികൾ ഇവരുടെ സംഘത്തിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. അതിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ 4 വയസ്സുകാരിയായ പുലി വരെ ഉണ്ട് എന്നുള്ളതാണ് ഈ സംഘാടകർ പറയുന്നത്. അത് അവരുടെ ഏറ്റവും വലിയൊരു സവിശേഷത കൂടിയാണ്. ഒരു കുട്ടിപ്പുലിയെ ഒരുക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിപ്പുലി. ഇത് മാത്രമല്ല 4 വയസ്സുള്ളൊരു കുട്ടിപ്പുലി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ചേച്ചി ഒരുപാട് നാളായിട്ട് ഒരുക്കുന്ന ഈ ടീമിലെ ഒരു അംഗമാണ്. എങ്ങനെയുണ്ട്? സൂപ്പറാട്ടാ. ചേച്ചി വരയ്ക്കുമല്ലേ? വരയ്ക്കില്ല, ബാക്കിയുള്ള എല്ലാ ലീഡിങ്ങും നമ്മളാ. ഫുള്ള് നിങ്ങളെ ചുമലിലാണ്. അതന്നെ നമ്മൾ പറയണത് സിനിമയിലൊക്കെ പറയണ പോലെ 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അതന്നെ എന്ത് ചൂടം വന്നു പറഞ്ഞ പോലെ ദേശം വരണം. ശങ്കരകുളേരെ ദേശം കപ്പടിച്ചിരിക്കും ഉറപ്പ്. അത് ഞങ്ങളുടെ ശങ്കരകുളേരെ ദേവി തന്നിരിക്കും. ഈ മോള് ഒരുപക്ഷെ നമ്മുടെ ഈ ടീമിലെ ഒരു വനിതാ പുലിയാണ്. പേരെന്താ മോള്? അഞ്ജന. അങ്ങനെ കളിക്കാനൊക്കെ അറിയോ അഞ്ജനക്ക്? കണ്ട കളി ചേച്ചി കാണിച്ചു തരുമോ? ഞങ്ങളുടെ കളി കാണണല്ലേ, ഇപ്പൊ കാണില്ല. അടിച്ചു പൊളിക്കില്ലേ നീ? ക്ഷീണാവോ അപ്പക്ക്? അതിനുള്ള എനർജി ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചേച്ചി വന്നപ്പോ മുതൽ എല്ലാരോടും ഞങ്ങൾ ഭക്ഷണം കഴിക്കണം, മേത്ത് ചായ ആയപ്പോ അത് തുടച്ചുതരാനും ഒക്കെ സജീവമായിട്ട് ഇവിടെ ഉള്ള ആളാണ്. ഇത് എല്ലാ പുലികളും അങ്ങനെയല്ലേ വേണ്ടത്. തൃശ്ശൂർക്കാർ അങ്ങനെയല്ലേ അല്ലേ? ഇതെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മെയ്യെഴുത്ത് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മെയ്യെഴുത്തൊക്കെ പൂർത്തിയാകുന്ന പക്ഷം അവർ അരമണിയൊക്കെ കെട്ടി അവരുടെ പുറകിൽ ഈ മുടിക്ക് സമാനമായ തരത്തിൽ അവർ അണിയുന്ന സാധനമൊക്കെ എടുത്തു വെച്ചുകൊണ്ട് വളരെ സജീവമായി അവരിങ്ങനെ അരമണി കുലുക്കി അവരുടെ കുംഭവേരകൾ ഇളക്കി പുറത്തേക്ക് ഇറങ്ങും. അതൊരു അവർണ്ണനീയമായ കാഴ്ച തന്നെയാണ്. അതായത് നമുക്ക് ഈ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണം പൂർത്തിയാകണമെങ്കിൽ ഈ പുലിക്കളി കൂടി പൂർത്തിയാണ്. അത് കഴിയുന്നതോടുകൂടിയാണ് തൃശ്ശൂർക്കാരുടെ ഓണം അവസാനിക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അവർ ഒരുമിച്ച് ഇങ്ങനെ സംഘങ്ങളായി ഏതാണ്ട് 51ഓളം പേരാണ് ഒരു സംഘത്തിലുണ്ടാവുക. അവർ ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങുന്ന ആ ഒരു കാഴ്ച, അതാ ഈ കുട്ടിപ്പുലി ഇപ്പൊ തന്നെ ഇങ്ങനെ ഇളകി തുടങ്ങിയിട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് എങ്ങനെയാ അവിടെ പോയിട്ട് കളിക്കാൻ പോകുന്നത്? പേരെന്താ? ആദിക്ക്. ഒന്ന് കാണിച്ചു കൊടുത്ത് എങ്ങനെയാ കളിക്കാൻ പോണെന്ന്. ആഹാ, അടിപൊളി.
അപ്പോൾ അങ്ങനെ ആദിക്കിനെ പോലെയുള്ള പുലികളൊക്കെ തന്നെ തയ്യാറെടുത്ത് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരു ട്വിൻസ് പുലി ഉണ്ടായിരുന്നു, ഞാനൊന്ന് നോക്കട്ടെ സ്കെയിൻ. ഇവിടെ ഒരു അതെ ഇതെ 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 ഇവർ കോട്ടയത്ത് നിന്ന് പുലികളാകാൻ വന്ന ഒരു ട്വിൻസ് ആണ്. അവർ ഇത്തവണ ഇതിന് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. എങ്ങനെ ഇവിടേക്ക് എത്തിപ്പെട്ടത്? ഞങ്ങള് M4 കഴിഞ്ഞ വർഷം M4 ചെയ്തായിരുന്നു ജിയോ മച്ചാൻ. അപ്പൊ അത് കണ്ട് ചെയ്ത് എക്സൈറ്റഡ് ആയിരുന്നു. മോന്റെ പേരെന്താ? അതെ. ഓക്കേ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കളിക്കാനൊക്കെ പഠിച്ചോ? ഓക്കേ. എങ്ങനെ കളിക്കുക? അറിയത്തില്ല, ഇനി അവര് പറഞ്ഞു തരുമായിരിക്കും. ഓക്കേ ഓക്കേ. അപ്പോൾ എസ്കെൻ ഇതാ അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുലിമടകൾ മെയ്യെഴുത്ത് പൂർത്തിയാകും. ഏതാണ്ട് 1 മണിയോട് കൂടി മെയ്യെഴുത്തുകൾ പൂർത്തിയാകും. കൃത്യം 3 മണിക്ക് ഈ പുലിമടകളിൽ നിന്ന് അരമണി കിലുക്കി അവർ നഗരത്തെ വിറരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും. എസ്കെൻ. ഓക്കെ, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ന് വൈകുന്നേരം 5 മണിയോടെ സ്വരാജ് റൗണ്ടിൽ നായ്ക്കനാൽ ജംഗ്ഷനിൽ പാട്ടുരാക്കൽ ദേശത്തിൻ്റെ വരവോടെയാണ് പുലിക്കളിക്ക് തുടക്കമാകുക. ഇന്ന് 500ഓളം പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. 350ഓളം പുലികളെന്ന് തൃശ്ശൂർ നഗരം കീഴടക്കും. ടൗൺ അക്ഷരാർത്ഥത്തിൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ പുലിക്കരങ്ങളിലാകും.